എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ സാക്കുറ ആവട്ടെ അവളുടെ ഒറ്റ പഞ്ചില് ആ ഒരു ഗുഹ തന്നെ ഇപ്പൊ തകർത്തിട്ടിരിക്കുകയാണ്. സാസുരി ചിരിക്കും. കാരണം വെറും ഒരു പഞ്ച് കൊണ്ട് മാത്രം അവനെ തോപ്പിക്കാൻ കഴിയോ? അവൻ വീണ്ടും ആ സാൻഡ് അവന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് അത് കറക്കി കറക്കി അവളുടെ പിന്നാലെ ചെല്ലും. അവിടുന്ന് അവള് ചാടി മറിഞ്ഞ് ഇപ്പൊ എങ്ങനെയൊക്കെയോ അവന്റെ ഓരോ അറ്റാക്കിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കും. സാക്കുറ അവള് കറങ്ങി കറങ്ങി അവിടെ ഓരോ സ്ഥലത്തായിട്ട് ഈ പറഞ്ചം പുറഞ്ചം ഇടിക്കാൻ തുടങ്ങും. ഇടിയുടെ എല്ലാ ഒടുവില് അവിടെ വലിയ പൊട്ടിത്തെറി ഉണ്ടാവുമ്പോ സാസുരി ആവട്ടെ കുറച്ച് ടെൻഷൻ അടിക്കാൻ തുടങ്ങും. കാക്കാഷി ഇപ്പൊ ഗുഹയിൽ നിന്ന് ശബ്ദം ഒരുപാട് കേട്ട് ഗുഹയിലേക്ക് തിരിഞ്ഞു നോക്കും. സാക്കുറയും ഗ്രാൻമയും അവര് രണ്ടുപേരും ആ ഒരു ഗുഹയിൽ തനിച്ചാണ്. ഗുഹയിൽ എന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവിടേക്ക് പോണം. പക്ഷെ ഞാൻ ഇവിടുന്ന് പോയാല് കുട്ടപ്പന്റെ കാര്യം അത് വലിയ പ്രശ്നത്തിലാവും. ഈ വയർലെസിന്റെ കണക്ഷൻ അതിപ്പോ കണക്ട് ആവുന്നുമില്ല. ഇങ്ങനെ പോവുകയാണെങ്കിൽ കാര്യങ്ങളെല്ലാം തന്നെ എന്റെ കൈവിട്ടു പോവും. അപ്പൊ നറൂട്ടോ കുട്ടപ്പൻ അവൻ കാക്കാഷി വിളിച്ചു പറയും, കാക്കാഷി ഓടിവായോ, അല്ലെങ്കിൽ നമുക്ക് ഇവനെ പിടിക്കാനായിട്ട് കഴിയില്ല. അതിന് കാക്കാഷി ഇപ്പൊ കുട്ടപ്പന്റെ അടുത്ത് വന്ന്, ഹണി ഞാൻ പറയുന്ന കേക്ക്, അവരുടെ അടുത്ത ടാർഗറ്റ് അത് നീയാണ്. അതുകൊണ്ട് നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. അതിന് കുട്ടപ്പൻ, എന്താ കാക്കാഷി പറയണേ, നമ്മൾ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ പിന്നീട് ഒരിക്കലും ഗാറെ നമുക്ക് രക്ഷിക്കാനായിട്ട് കഴിയില്ല. അതിന് കാക്കാഷി പറയും, എന്തെങ്കിലും ഒരു ഐഡിയ അത് നമുക്ക് കണ്ടുപിടിക്കാം, പക്ഷെ എനിക്ക് ആലോചിക്കാൻ കുറച്ച് സമയം വേണം. അതിന് കുട്ടപ്പൻ പറയും, മണ്ടത്തരം പറയാതെ, ആലോചിച്ചിരിക്കാൻ സമയമില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് അവനെ പിടിക്കണം. കട്ട് ചെയ്താ ഇവിടെ ദേവദുരയ്ക്ക് മനസ്സിലാവും അവന്റെ സ്പീഡിന് അവരെ കൊണ്ട് അവന്റെ അടുത്തെത്താൻ കഴിയില്ല. മാത്രമല്ല അവര് രണ്ടുപേരും ഇപ്പൊ എന്തൊക്കെയോ പ്ലാനും പദ്ധതി ഇടുന്നുണ്ട്. അതുകൊണ്ട് എന്റെ ഓരോ മൂവും അത് സൂക്ഷിച്ചു വേണം. മാത്രമല്ല കാക്കാഷി എത്രയും പെട്ടെന്ന് നറൂട്ടോ കുട്ടപ്പനിൽ നിന്ന് പിരിക്കണം. കാക്കാഷി കണ്ണടച്ച് ഇനി അത് ചെയ്യാതെ യാതൊരു നിവൃത്തിയുമില്ല. കട്ട് ചെയ്താ ഇവിടെ മൈഗയാവട്ടെ ഇപ്പോഴും ചാടി മറിഞ്ഞ് അവന്റെ ഓപ്പണന്റുമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അടി കൂടി ഇപ്പൊ മൈഗയുടെ ട്രൗസർ കീറും. കട്ട് ചെയ്ത നെജി ആവട്ടെ അവന്റെ ഓപ്പണന്റുമായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോ എന്തോ ഒരു സൗണ്ട് കേൾക്കും. ഇവിടെ ടെമരി അവളുടെ ഓപ്പണന്റും രണ്ട് ടീമും വമ്പൻ ആയുധങ്ങളൊക്കെ എടുത്ത് ഇപ്പൊ ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ടെൻടണും എന്തോ ഒരു സൗണ്ട് കേൾക്കും. അതേസമയം മറ്റൊരിടത്ത് ഇപ്പൊ റോക്ലി ആവട്ടെ അവൻ കറങ്ങി കറങ്ങി ഓടി അടിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ദൂരത്തു നിന്നായിട്ട് ഇപ്പൊ ലീക്കും എന്തോ ഒരു ശബ്ദം കേൾക്കാൻ തുടങ്ങും. അങ്ങനെ അവരെല്ലാവരും ആ ഒരു ശബ്ദം കേൾക്കുന്ന അതേ ഭാഗത്തേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങും. നെജി അവന്റെ വ്യാഹു കണ്ണുവെച്ച് ഇപ്പൊ ചെക്ക് ചെയ്ത് നോക്കുമ്പോ അവന് മനസ്സിലാവും സാക്കുറയുള്ള ആ ഒരു ഗുഹയിൽ നിന്നാണ് ഇപ്പൊ ആ ഒരു ശബ്ദം കേട്ടത്. അവൻ ആ കാര്യം എല്ലാവരും അറിയിക്കുമ്പോ അവരെല്ലാവരും ഇപ്പൊ ടെൻഷൻ ആവാൻ തുടങ്ങും. കട്ട് ചെയ്ത ഇപ്പൊ സാക്കുറ അവളുടെ ഫൈറ്റില് ആ ഒരു ഗുഹ തന്നെ തകർന്ന് ഗുഹയിലേക്ക് വെളിച്ചം വീഴാൻ തുടങ്ങും. അവൾ അടങ്ങിയിരിക്കില്ല. വീണ്ടും അവള് സാസുരിയായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇവിടെ ടെൻടണും ലീയും എല്ലാവരും പറയും, സാക്കുറ അവള് വേറെ ലെവലാണ്, അവൾക്കൊന്നും സംഭവിക്കില്ല. ഇവിടെ ഗുഹയില് അവരുടെ ഇടി അതിശക്തമായിട്ട് വരുമ്പോ ആ ഒരു ഗുഹ അത് ഏകദേശം മുഴുവനായിട്ടും ഇപ്പൊ പൊട്ടി താഴെ വീഴും. സാക്കുറയുടെ ഓരോ മൂവും കണ്ട് സാസുരി വണ്ടറടിക്കുമ്പോ ഇവിടെ ഗ്രാൻമ ആവട്ടെ സാക്കുറെ ഓർത്ത് അഭിമാനിക്കുകയാണ്. കാരണം സാസുരിയുടെ ഓരോ മൂവ്മെന്റും അവള് വളരെ വ്യക്തമായിട്ട് വളരെ സ്പീഡിൽ മനസ്സിലാക്കി ഇപ്പൊ അവനുമായിട്ട് ഹായായിട്ട് ഫൈറ്റ് ചെയ്യാണ്. ഇവിടെ സാക്കുറ അവൾ ഫൈറ്റ് ചെയ്ത് ഇപ്പൊ പതിയെ ടയർഡ് ആവാൻ തുടങ്ങും. ആ ഗ്യാപ്പ് കണ്ട് സാസുരി ആവട്ടെ വീണ്ടും അയൺ സാൻഡ് വെച്ച് അവളുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. പക്ഷെ സാക്കുറ അവള് ചില്ലറക്കാരിയല്ല. അയൺ സാൻഡ് കണ്ട ഉടനെ അവള് വെട്ടിത്തിരിഞ്ഞ് അവിടുന്ന് ഓടി രക്ഷപ്പെടും. ഇവിടെ ഗ്രാൻമ സാക്കുറയുടെ ഓരോ തവണത്തെ ഫൈറ്റ് കാണുമ്പോഴും അത്ഭുതപ്പെട്ട് അവളെ തന്നെ നോക്കി നിൽക്കും. സാക്കുറ ആവട്ടെ ഇപ്പൊ ഒരു സെക്കൻഡ് ഫ്ലാഷ് ബാക്കിലേക്ക് പോകും. ചെറുപ്പത്തിൽ അവള് ഇപ്പൊ സുനൈറിനോട് സംസാരിക്കുന്നത്. സുനൈർ ചോദിക്കും, മെഡിക്കൽ നിഞ്ച 7th ടൈപ്പാണ്. മെഡിക്കൽ നിഞ്ചയുടെ പ്രധാന ദൗത്യം, പ്രധാന ധർമ്മം അതെന്താണെന്ന് നിനക്കറിയോ? അതിന് സാക്കുറ പറയും, എല്ലാ ടീമിലും ഒരു മെഡിക്കൽ നിഞ്ച ഉണ്ടാവും. ആ ഒരു മെഡിക്കൽ നിഞ്ച തന്റെ കഴിവ് ഉപയോഗിച്ചുകൊണ്ടും എബിലിറ്റി ഉപയോഗിച്ചുകൊണ്ടും തന്റെ കൂട്ടാളികൾക്കുണ്ടാവുന്ന എല്ലാ പരിക്കുകളും ഹീൽ ചെയ്യണം. അതാണ് ഒരു മെഡിക്കൽ നിഞ്ചയുടെ പ്രധാന ദൗത്യം എന്ന് ഇപ്പൊ സാക്കുറ പറയുമ്പോ ഒക്കാഗെ ആന്റി ദേഷ്യപ്പെട്ട് പറയും, സ്റ്റോപ്പ് ദ ഫക്ക്. അതൊന്നും അല്ല ഒരു യഥാർത്ഥ മെഡിക്കൽ നിഞ്ചയുടെ പ്രധാനപ്പെട്ട ദൗത്യം. ഓപ്പണന്റിന്റെ കയ്യിൽ നിന്ന് അടി വാങ്ങാതിരിക്കുക എന്നതാണ് ഒരു മെഡിക്കൽ നിഞ്ചയുടെ ആദ്യത്തെ ഉത്തരവാദിത്തം. ഒരിക്കലും എനിമിയുടെ അറ്റാക്ക് അവരുടെ നേർക്ക് പെടാൻ പാടില്ല. ഒരിക്കലും ശത്രുക്കളുടെ കയ്യിൽ നിന്ന് അടി കിട്ടാതിരിക്കാൻ അത്രമാത്രം ട്രെയിനിങ് എടുത്തിരിക്കണം. അത് കേൾക്കുമ്പോൾ സാക്കുറയ്ക്ക് ഡൗട്ടായിട്ട്
അവൾ വീണ്ടും അതിന്റെ ആവശ്യം എന്താണെന്ന് ഇപ്പൊ ഹൊക്കാഗയോട് ചോദിക്കും. അതിന് ഹൊക്കാഗ ദേഷ്യപ്പെട്ട് അവളെ നോക്കുമ്പോ സാക്കുറ ആവട്ടെ ഇപ്പൊ തല താഴ്ത്തി നിൽക്കും. അതിന് ഹൊക്കാഗ വീണ്ടും പറയും, ഒരു മെഡിക്കൽ നിഞ്ചയ്ക്ക് പരുക്കു പറ്റിക്കഴിഞ്ഞ പിന്നീട് അവരുടെ ടീമിലുള്ളവരെ അവന് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഒരു പഞ്ച് പോലും മെഡിക്കൽ നിഞ്ചയുടെ ബോഡിയിൽ വീഴാനായിട്ട് പാടില്ല. കട്ട് ചെയ്താ ഇപ്പൊ സാക്കുറ അവള് വീണ്ടും ഫൈറ്റ് ചെയ്യാൻ റെഡി ആവുമ്പോ ഗ്രാൻഡ്മ ആവട്ടെ അവളെ നോക്കി വണ്ടടിച്ച് നിൽക്കും. സാസുരി സാൻഡ് എടുത്ത് ഇപ്പൊ സാക്കുറ ഇടിക്കുമ്പോ അവൾ അവളുടെ കൈ വെച്ച് സാൻഡിനെ എല്ലാം ബ്ലോക്ക് ചെയ്ത് ഇപ്പൊ നൈസായിട്ട് അവിടുന്ന് രക്ഷപ്പെടും. സാക്കുറ വീണ്ടും ഇപ്പൊ ഫ്ലാഷ് ബാക്ക് ആലോചിക്കും. അതിൽ ഹൊക്കാഗ പറയും, ഞാനിപ്പോ എന്റെ മുഴുവൻ സ്ട്രെങ്ത്തും എടുത്ത് നീയുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോവാണ്. എന്റെ ഒരൊറ്റ പഞ്ച് പോലും നിന്റെ ബോഡിയിൽ വീഴാൻ പാടില്ല. നീ തീർച്ചയായിട്ടും എന്നെ റെസിസ്റ്റ് ചെയ്യണമെന്ന് ഹൊക്കാഗ സാക്കുറയോട് പറയും. ഇത് നിന്റെ ഏറ്റവും മികച്ച ട്രെയിനിങ് ആണ്, നീ റെഡിയാണോ ചോദിക്കുമ്പോ അതിന് സാക്കുറ പറയും, ഞാൻ റെഡിയാണ്. ഹൊക്കാഗ കൈ ചുരുട്ടി നല്ല ഫോഴ്സില് ഒരൊറ്റ അടി അടിക്കും. പക്ഷെ സാക്കുറ അവൾ ആ ഒരു പഞ്ചിൽ നിന്ന് ഇപ്പൊ തലനാരടയ്ക്ക് രക്ഷപ്പെട്ട് മുൻപോട്ട് ഓടുമ്പോ ഹൊക്കാഗെ ആന്റി ആവട്ടെ ഇപ്പൊ ഫുൾ പവറില് കറങ്ങി അടിക്കാൻ തുടങ്ങും. സാക്കുറ പേടിച്ചു വരച്ച് അവളുടെ കണ്ണു പൊത്തുമ്പോ ഹൊക്കാഗെ ആന്റി ആവട്ടെ നോ, കണ്ണ് പൊത്തരുതെന്ന് പറഞ്ഞ് കൈ ചുരുട്ടി ഇപ്പൊ സാക്കുറയുടെ വയറ്റില് ഒരൊറ്റ ഇട്ടി. സാക്കുറ കറങ്ങി അടിച്ച് ഒരു മരത്തിലിടിച്ച് താഴെ വീഴും. അതുകൊണ്ട് ഹൊക്കാഗ ദേഷ്യപ്പെട്ട് പറയും, നീ എന്ത് കാര്യത്തിനാണ് ഇപ്പൊ കണ്ണടച്ചത്? നീ കണ്ണടച്ചത് കൊണ്ട് മാത്രമാണ് ഇത്രയും വലിയ അപകടം അതിപ്പോ ഉണ്ടായത്. ഇങ്ങനെ കണ്ണടച്ചാ പിന്നെങ്ങനെ നീ ഓപ്പണൻസിന്റെ ഫൈറ്റ് കാണും? ഓപ്പണൻസിന്റെ ഫൈറ്റ് അത് കറക്റ്റായിട്ട് ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ അവരുടെ പാറ്റേൺ മനസ്സിലാവും. പിന്നീട് അവര് മുൻപിൽ നിന്നും പിൻപിൽ നിന്നും സൈഡിൽ നിന്നും അങ്ങനെ എവിടെ നിന്ന് ഫൈറ്റ് ചെയ്താൽ പോലും നിനക്ക് ഈസി ആയിട്ട് അവരെ തടയാൻ കഴിയുമെന്ന് പറയുമ്പോ ഇവിടെ സാക്കുറ ആവട്ടെ അടികിട്ടി പിരിവെട്ടി ഇപ്പൊ നിലത്ത് കിടന്ന് ഉരുണ്ടോണ്ടിരിക്കുകയാണ്. ഹൊക്കാഗ വീണ്ടും പറയും, എല്ലാ ശത്രുക്കൾക്കും ഒരു വീക്ക് പോയിന്റ് ഉണ്ടാവും. അത് കണ്ടുപിടിച്ച് കറക്റ്റായിട്ട് ഫൈറ്റ് ചെയ്താ ഉറപ്പായിട്ടും നിനക്ക് അവരെ തോൽപ്പിക്കാൻ കഴിയും. ഇവിടെ സീൻ ബ്ലാക്ക് ഔട്ട് ചെയ്താ ഇപ്പൊ പ്രസന്റില് സാക്കുറയ്ക്ക് മനസ്സിലാവും സാസുരി അവന്റെ വിരലുകൾ ഉപയോഗിച്ചാണ് അവളുടെ എല്ലാ ഫൈറ്റിൽ നിന്നും ഇപ്പൊ എസ്കേപ്പ് ആവുന്നത്. മാത്രമല്ല ആ ഒരു സാൻഡിനെ കൺട്രോൾ ചെയ്യുന്നത് പോലും അവന്റെ വിരലുകൾ ചലിപ്പിച്ചാണ്. അതുകൊണ്ട് ആദ്യം ആ ഒരു വിരലുകള് അത് അടിച്ച് നശിപ്പിക്കണം, പിന്നീട് അവനെ ഈസി ആയിട്ട് എന്നെ കൊണ്ട് തോൽപ്പിക്കാൻ കഴിയും. സാക്കുറ ചിന്തിക്കുന്ന കാണുമ്പോ ഇപ്പൊ സാസുരിക്ക് മനസ്സിലാവും അവൾ എന്തോ പ്ലാൻ ആലോചിക്കുകയാണ്. അവൻ വീണ്ടും ആ ഒരു അൾട്ടിമേറ്റ് വെപ്പൻ അത് റെഡിയാക്കുമ്പോ തേർഡ് കസികക്കിന്റെ പപ്പട് അതിന്റെ നെഞ്ചു തുറന്ന് ഒരു മരം പോലത്തെ സാധനം ഇപ്പൊ പുറത്തേക്ക് എടുക്കും. സാക്കുറയ്ക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവില്ല. അവളത് കണ്ട് ഇപ്പൊ പേടിച്ച് പേടിച്ച് പതിയെ പിന്നോട്ട് നടക്കാൻ തുടങ്ങും. അത് കണ്ട് ഗ്രാൻഡ്മ ഇപ്പൊ ത്രെഡ് ഉപയോഗിച്ചുകൊണ്ട് സാക്കുറയെ വലിച്ചങ്ങോട്ട് എടുക്കും. പക്ഷെ അപ്പോഴേക്കും സാസുരയുടെ ആ ഒരു ബ്രഹ്മാണ്ഡ മരം അത് സാക്കുറയ്ക്ക് നേരെ ഇപ്പൊ കടപുഴകി വീഴും. ഗ്രാൻഡ്മയ്ക്കാണെങ്കിൽ എന്താ സംഭവിച്ചെന്ന് മനസ്സിലാവില്ല. ഗ്രാൻഡ്മ വണ്ടടിച്ച് ഇപ്പൊ സാക്കുറയെ നോക്കുമ്പോ അവൾക്കൊരു പോറല് പോലും പറ്റാതെ ഇപ്പൊ അനങ്ങാതെ നിൽക്കാണ്. സാക്കുറയുടെ കൈമുറിഞ്ഞ് ഇപ്പൊ രക്തം അത് താഴേക്ക് തുളുമ്പാണ്. സാക്കുറ ആലോചിക്കും, ഹിറുകയുടെ പപ്പട് അതിനെ നശിപ്പിക്കാനായിട്ട് അവൾ ആദ്യം ചെയ്തത് അതിന്റെ അടുത്തേക്ക് ചെന്ന് അതിന്റെ അറ്റാക്ക് എല്ലാം തന്നെ അവൾ കണ്ടു മനസ്സിലാക്കി അതിനെ തകർക്കാനായിട്ട് റെഡിയായി. പക്ഷെ പെട്ടെന്ന് ഇപ്പൊ സാക്കുറയ്ക്ക് തല ചുറ്റാനായിട്ട് തുടങ്ങും. കാരണം സാസുരി ആ ഒരു അയൺ സാൻഡില് അവന്റെ പോയിസൺ സ്പ്രെഡ് ചെയ്തു. സാക്കുറയുടെ കയ്യിലെ മുറിവിലൂടെ ആ ഒരു പോയിസൺ ഇപ്പൊ അവളുടെ ബോഡിയിലേക്കും സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അവളുടെ ബോഡിയിൽ ഇപ്പൊ ഒരുപാട് പോയിസൺ സ്പ്രെഡ് ആയതുകൊണ്ട് അവൾ അങ്ങനെ ബോധം കെട്ട് ഇപ്പൊ താഴെ വീഴും. സാസുരിക്ക് ഒരുപാട് സന്തോഷാവും. അവൻ വീണ്ടും ഇപ്പൊ തേർഡ് ഹൊക്കാഗെ ഉപയോഗിച്ച് അവളെ അടിച്ചു കൊല്ലാനായിട്ട് പാഞ്ഞെടുക്കുമ്പോ സാക്കുറ ചാട്ടി എഴുന്നേറ്റ് ഒരൊറ്റ ഇടി. ആ ഒരു ഇടിയില് തേർഡ് കസികക്കിന്റെ പപ്പട് അതങ്ങനെ തന്നെ പൊട്ടി തകർന്നു പോവും. അത് കണ്ട് എല്ലാവരും ഇപ്പൊ ഷോക്കായിട്ട് നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കും.